നിങ്ങൾ എപ്പോഴെങ്കിലും കളറിംഗ് ബുക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഐഡിയ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ഡ്രോ ചെയ്തിട്ടില്ല, എനിക്ക് ക്രിയേറ്റീവ് സ്കിൽസ് ഇല്ല എന്നുള്ള ധാരണകൾ വരും. അപ്പോൾ തന്നെ ഐഡിയ അവിടെ ഡ്രോപ്പ് ആവും. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കാരണം ഈ മിസ്കൺസെപ്ഷൻ ആണ് പലപ്പോഴും നിങ്ങളെ പുറകോട്ട് മാറ്റുന്നത്. കളറിംഗ് ബുക്സ് ആമസോൺ KDPയിൽ ഏറ്റവും ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സ്ട്രീമാണ്. ഇതൊരു മോട്ടിവേഷൻ വാക്ക് മാത്രമല്ല, പക്ഷേ സ്ട്രക്ചറലി ഇത് വളരെ സിമ്പിൾ ആണ്. എറേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിലെ ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ പലർക്കും ഉള്ളത്, ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, ഞാൻ നന്നായിട്ട് ഡ്രോ ചെയ്യുന്ന ഒരാളായിരിക്കണം. പക്ഷെ അതല്ല ആമസോൺ KDPയിൽ ആവശ്യം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നാം 3 ക്ലിയർ സ്റ്റെപ്സ് ആണ് കാണുന്നത്. നിങ്ങളുടെ ആദ്യത്തെ കളറിംഗ് ബുക്ക് ആമസോൺ KDPയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കളറിംഗ് ബുക്സ് എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആണ്, ഏത് തരം കളറിംഗ് ബുക്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ഓവർ തിങ്ക് ചെയ്യാതെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ ഒരു ഇല്ലസ്ട്രേറ്ററോ AI ഇമേജോ ഒന്നും കൂടാതെ തന്നെ ക്യാൻവയിൽ എങ്ങനെ എത്ര സിമ്പിൾ ആയിട്ട് ബുക്സ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നാം നോക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കൽ പോലും ബുക്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ ഇല്ലെങ്കിൽ, ഡ്രോയിങ് സ്കിൽ ഇല്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഫോളോ ചെയ്യാനും സാധിക്കും. ഹലോ, എൻ്റെ പേര് റിനോ ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആമസോൺ KDPയിൽ എങ്ങനെ നിങ്ങൾക്ക് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേരാണ് സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആമസോൺ KDPയിൽ എങ്ങനെ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റോട് കൂടെ നിങ്ങൾക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും, അതിന്റെ നീഷ് റിസർച്ച്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് ഈ കമ്മ്യൂണിറ്റിയിൽ നാം ചെയ്യുന്നത്. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് കളറിംഗ് ബുക്സ് ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ആവശ്യം വരുന്നു എന്നുള്ളതാണ്. കളറിംഗ് ബുക്സ് ഒരു ആർട്ട് പ്രോഡക്റ്റ് ആണ്. ആർട്ട് ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആളുകൾ കളറിംഗ് ബുക്സ് മേടിക്കുന്നത് ആ ആർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒന്നുമല്ല. ആളുകൾ കളറിംഗ് ബുക്സ് മേടിക്കുന്നത് ഈവനിങ്ങിൽ ഒന്ന് റിലാക്സ് ചെയ്യുവാൻ വേണ്ടി, TV കാണുമ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടി, കുട്ടികളെ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്നതായിട്ടുള്ള ഒരു ടൈം പാസ് ആക്ടിവിറ്റി ആയി, അതുപോലെ കുട്ടികൾക്കും മറ്റു പലർക്കും, മുതിർന്നവർക്ക് പോലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു അസറ്റായി. ഇങ്ങനെ പലതരം റീസൺസ് ആണ് ആൾക്കാർക്ക് കളറിംഗ് ബുക്സ് മേടിക്കാനുള്ള കാരണം. അവർ ഈ കളറിംഗ് ബുക്ക് മേടിക്കുന്നത് ഒരു ഫീലിംഗിന് വേണ്ടിയാണ്, അല്ലാതെ ഒരു മാസ്റ്റർ പീസിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ KDPയിൽ കളറിംഗ് ബുക്സ് സെല്ലാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന് വളരെ ലോ പ്രൈസ്ഡ് ആണ്. പിന്നെ ആൾക്കാർ റിപ്പീറ്റഡ് ആയിട്ട് ഇത് മേടിക്കുന്നു, ഒന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് വരുന്നു. മൂന്നാമത്തേതായിട്ട് അതിന് വലിയ ഓഡിയൻസ് ആണുള്ളത്. കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ പല കാറ്റഗറിയിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നീഷിന്റെ അകത്ത് നമ്മളത് മനസ്സിലാക്കുന്ന പലർക്കും ഇതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് റെഗുലർ ആയിട്ട് ബയേഴ്സ് വരുന്നു, സെല്ലിങ് വളരെ കൂടുന്നു എന്നുള്ളതാണ്. ഇനിയും ആദ്യമായി ബുക്ക് പബ്ലിഷ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് കളറിംഗ് ബുക്സ് ഒരു തുടക്കത്തിൽ ചെയ്യാവുന്ന ഒരു സ്ട്രീമാണ് എന്ന് നമുക്ക് നോക്കാം. ഹൈ കണ്ടന്റ് ബുക്സ് എന്ന് പറയുന്നത് പോലെ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നതിലേക്ക് നമുക്ക് ഒത്തിരി കണ്ടന്റ് എഴുതുകയോ അതിന്റെ സ്ട്രക്ചറിങ്, ഗ്രാമർ, ടോൺ, നറേഷൻ എന്നൊന്നും ഒത്തിരി ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട. ഇവിടെ ലോ കണ്ടന്റ്, മീഡിയം കണ്ടന്റ് കാറ്റഗറിയിലുള്ള ബുക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പർപ്പസ് സെർവ് ആവുന്ന ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നു. പലരും ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മിസ്റ്റേക്സ് എപ്പോഴും മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് തുടക്കക്കാരെന്ന നിലയ്ക്ക് നാം ഏറ്റവും ആവശ്യമായി ചെയ്യേണ്ടത്. പലപ്പോഴും ഓതേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നാണ്. ഞാൻ ഏത് കളറിംഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം, എനിക്ക് എന്ത് ചെയ്യുവാനാണ് താല്പര്യം, എനിക്ക് ടൈം പാസ് ആയിട്ട് ചെയ്യുവാനുള്ള കളറിംഗ് ബുക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഒരു സെല്ലർ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് വേണം ചിന്തിക്കുവാൻ. കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം, കസ്റ്റമേഴ്സിന് എന്താണ് താല്പര്യം, ഏത് തരം ബുക്സിലോടാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഒരു പെർസ്പെക്റ്റീവിലുള്ള വ്യത്യാസമാണ്. എനിക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് താല്പര്യമുള്ളതിനേക്കാൾ കസ്റ്റമേഴ്സിന് താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഒരു വലിയ മൈൻഡ് സെറ്റ് ഡിഫറൻസും അവിടെ ഒരു വലിയ സെല്ലിംഗ് പോയിന്റുമാണ് നാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു നല്ലൊരു ചോദ്യം എങ്ങനെയാണെങ്കിൽ, ഈ ഉണ്ടാക്കുന്ന ബുക്ക് ആർക്ക് വേണ്ടിയാണ്,
ഈ ബുക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും ഫീലിംഗും എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ശരിയായ ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിന് വേണ്ടിയല്ല. 30, 40, 50 പേജുള്ള ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ പിന്നെയും പിന്നെയും അത് ബുക്കുകൾ മേടിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രഷർ മാറുന്നു. ഇനി ഇതിലൊരു സർപ്രൈസിങ് ട്രൂത്ത് പറയാം. സിമ്പിൾ കളറിംഗ് ബുക്സ് കോംപ്ലക്സ് ഡീറ്റെയിൽഡ് ബുക്സിനേക്കാൾ വളരെ ഈസി ആയിട്ട് സെല്ലാവുന്നു. മാത്രമല്ല അതിന് വലിയ ഡിമാൻഡുമാണ് ഉള്ളത്. ഡീറ്റെയിൽഡ് പേജസിനെ പലപ്പോഴും കസ്റ്റമേഴ്സ് അവോയ്ഡ് ചെയ്യുന്നത് അത് വളരെ കൺഫ്യൂസിംഗ് ആണ്. മാത്രമല്ല അത് അവരുടെ മെയിൻ പർപ്പസ് റിലാക്സ് ചെയ്യുവാൻ അത് ഒട്ടും സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് Amazon.com എന്തെല്ലാം ബുക്സ് ആണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കളറിംഗ് ബുക്ക് എന്ന സെർച്ച് ഹിസ്റ്ററി നോക്കുകയാണ് നമ്മളിവിടെ. ഇതൊരു ബ്രോഡ് കീവേഡ് ആണ്. നമുക്ക് പല രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്യാം. നമ്മളിപ്പോൾ കളറിംഗ് ബുക്സ് എന്ന് മാത്രമാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോയിലേക്ക് പറയാം. നമ്മൾ അത് ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാമാണ് അവൈലബിൾ ആയിട്ടുള്ള കളറിംഗ് ബുക്സ്. അതിന്റെ ഏത് കാറ്റഗറി, പേപ്പർ ബാക്ക്, അതാണ് കൂടുതൽ ട്രെൻഡിങ്. മാത്രമല്ല നമുക്കിവിടെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. കോസി ക്യൂട്ടീസ്, കോസി ഡേയ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാമാണ് നമ്മൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് കോസി ബുക്സിനെ കോസി ക്യൂട്ടീസിനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് കാണാം ഇത് കോസി ക്യൂട്ടീസ്. ഇത് നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ആണ് ഇൻ ചിൽഡ്രൻസ് കളറിംഗ് ബുക്സ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഇന്റീരിയർ നോക്കാം. എങ്ങനെയാണ് ഈ ബുക്ക് ഉള്ളത്, അതിന്റെ കണ്ടന്റ്സ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. വളരെ സിമ്പിൾ ആണ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം അതിന്റെ ഒരു പേജ് കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബെയറും കുറച്ച് ടോയ്സും കാര്യങ്ങളും ഇരിക്കുന്നു. മറ്റൊരെണ്ണം ഒരു ബർത്ത്ഡേ ഒരു ഇമേജ് ആണ്. അതിനുശേഷം കുറച്ച് സാഹചര്യങ്ങൾ, കാരണം ഒരാളിനെ വെച്ച് തന്നെ പല ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ബുക്ക് മനസ്സിലാക്കേണ്ടപ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ബെസ്റ്റ് സെല്ലർ റാങ്ക് അല്ലെങ്കിൽ BSR എന്നുള്ളതാണ്. ആമസോണിൽ എല്ലാ ബുക്കിനും ഒരു BSR റാങ്കിങ് ഉണ്ട്. ബെസ്റ്റ് സെല്ലർ റാങ്ക് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ബുക്കിന് കൂടുതൽ സെയിൽസ് ഉണ്ടെന്നും, ബെസ്റ്റ് സെല്ലർ റാങ്ക് കൂടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 lakh 2 lakh എന്ന നമ്പർ ആണ് വരുന്നതെങ്കിൽ ആ ബുക്കിന് സെയിൽസ് കുറവെന്നുമാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബുക്കിന്റെ നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ആയ ഈ ബുക്കിന്റെ BSR നമ്പർ നോക്കാം. അതിനെ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. ബുക്കിന്റെ താഴെയായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ A+ കണ്ടന്റ്, എല്ലാ പബ്ലിഷറും അവരുടെ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ, അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അവിടെ ബുക്കിന്റെ കവർ നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഒന്ന്, അതിന്റെ ഡയമെൻഷൻ, നമ്മൾക്ക് കസ്റ്റമേഴ്സിന് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയാണ് A+ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാം ഒരു സിംഗിൾ സൈഡഡ് ബുക്കാണ്, അതായത് ഒരു പേജ് ബ്ലാങ്കും ഒരു പേജ് മാത്രമാണ് ഇത് കളറിങ്ങിനായിട്ടുള്ളത്. ബ്ലാങ്ക് പേപ്പർ ഉണ്ട്. അതിന്റെ സൈസ് ഡയമെൻഷൻസ് 8 ഇഞ്ച് എന്ന് കൊടുത്തിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഉണ്ട്, ഇതിന്റെ മറ്റ് ഓപ്ഷൻസ് കാര്യങ്ങൾ. ഇങ്ങനെയാണ് ചെയ്യാവുന്നത്. അപ്പം നമുക്കൊരു സജഷനും കൂടെ അവർ തരുന്നുണ്ട്. നിങ്ങളൊരു ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ കളർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻസ് അവർ ആഡ് ചെയ്തു. നമ്മൾ ഇതിന്റെ ബെസ്റ്റ് സെല്ലർ റാങ്ക് നമ്മുടെ ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, 37 ഇൻ ബുക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റോയൽറ്റി, ആമസോൺ KDP റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഈസി ഓപ്ഷൻ നമുക്കുണ്ട്. ആ ഒരു സൈറ്റിൽ പോവാം. ഞാനത് ഓൾറെഡി എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്നു. 37 ആണ് ഇതിന്റെ അതിന്റെ പ്രൈസ് കോസ്റ്റ് എന്ന് പറയുന്നത് $5.74 ആണ്. നമ്പർ ഓഫ് പേജസ് 96 മാത്രം. അപ്പം ഓൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ദിവസം $677 ആണ് ഇതിന്റെ ഇൻകം. ഒരു മാസം $20,300 ആണ്. ശരി, നമുക്കതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എത്രയാണ് ഈ ബുക്ക് മന്ത്ലി ഉണ്ടാക്കുന്ന എമൗണ്ട് എന്നുള്ളത്? 20,300. നമുക്കത് മനസ്സിലാക്കാം. ഏകദേശം 20 lakhs ആണ് മന്ത്ലി ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ ബുക്ക് 20 lakhs ആണ് മന്ത്ലി അവർക്ക് കിട്ടുന്നതായിട്ടുള്ള റവന്യൂ.
നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇതൊന്നും ഹൈലി ആർട്ടിസ്റ്റിക് കോംപ്ലിക്കേറ്റഡ് കളറിംഗ് ബുക്സ് അല്ല. അപ്പോൾ ഏത് തരം കളറിംഗ് ബുക്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് തീരുമാനിക്കാം. കൺസിസ്റ്റന്റ്ലി സെല്ലാവുന്ന 3 കാറ്റഗറീസ് കളറിംഗ് ബുക്സിലുണ്ട്. ഒന്ന് ബോൾഡ് ആൻഡ് സിമ്പിൾ കളറിംഗ് ബുക്സ്. ഇവിടെ തിക്ക് ലൈൻസ്, ബിഗ് ഷേപ്സ്, ഡീറ്റെയിൽ കുറവ്, കിഡ്സ്, ബിഗിനേഴ്സ്, റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഡൾട്ട്സ് ഇവർക്കെല്ലാം പെർഫെക്റ്റ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ഇസ്ക്വൽ ടു ബെറ്റർ ക്വാളിറ്റി എന്നാണ് പലരും അസ്യൂം ചെയ്യുന്നത്. എന്നാൽ കളറിംഗ് ബുക്സിന്റെ കാര്യത്തിൽ ഇത് ട്രൂ അല്ല. സിമ്പിൾ പേജസ് കൂടുതൽ അപ്രോച്ചബിൾ ആണ്, ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഫസ്റ്റ് ബുക്സിന് ഇത് വളരെ പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഈസ്തറ്റിക് അല്ലെങ്കിൽ വൈ ബേസ്ഡ് കളറിംഗ് ബുക്സ്. ഇവിടെ ആളുകൾ ഇത് മേടിക്കുന്നത് ഒരു മൂഡിന് വേണ്ടിയാണ്. കോസി തീംസ്, ക്യൂട്ട് ക്യാരക്ടേഴ്സ്, സീസണൽ വൈബ്സ്, കാമിംഗ് ഇമേജറി. ടെക്നിക്കൽ പെർഫെക്ഷനേക്കാൾ കൺസിസ്റ്റൻസി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം സ്റ്റൈൽ, സെയിം ഫീലിംഗ്, സെയിം ടൈപ്പ് ഓഫ് ഇമേജസ് ത്രൂ ഔട്ട് ദ ബുക്ക്. ആളുകൾ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവ നന്നായി സെല്ലാകും. ബോൾഡ് ആൻഡ് ഈസി ബുക്സ് ക്രിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് പർപ്പസ് ഡ്രിവൺ കളറിംഗ് ബുക്സ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി റിലാക്സേഷൻ, മൈൻഡ്ഫുൾനെസ്, ഫോക്കസ്, എഡ്യൂക്കേഷൻ. ഫാൻസി ആകണമെന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം അത് നന്നായിട്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഫസ്റ്റ് കളറിംഗ് ബുക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചോദ്യം കൃത്യമായി ചോദിക്കുക. ഇതിനൊരു ആൻസർ നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ വലിയ പ്രയാസം, ഫ്രസ്ട്രേഷൻ മാറും. ഈ കളറിംഗ് ബുക്കിന് വേണ്ട 40 to 50 പേജസ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇത് ക്വിറ്റ് ചെയ്യാതെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഫസ്റ്റ് കളറിംഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഒരു വലിയ ചൊല്ലുണ്ടല്ലോ, ജേർണി ഫോർ 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇന്നാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ദിവസം. നമ്മളിപ്പോൾ ഒരു കളറിംഗ് ബുക്കിന്റെ ഡിമാൻഡും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി. നമ്മൾക്ക് ഇനി എങ്ങനെ ഈ കളറിംഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയാണ് മിക്ക ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല, ഞാനൊരു ഇല്ലസ്ട്രേറ്റർ അല്ല, എനിക്ക് വലിയ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കും? ഇന്ന് നമ്മൾ ക്യാൻവ ഒരു ഡിസൈൻ ടൂളാണ്. അവിടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ആനിമേഷൻസ് ആയിട്ടും ഗ്രാഫിക്സ് ആയിട്ടും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് KDPക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടിലോ ഒക്കെ റീൽസ് ഉണ്ടാക്കാനും നല്ല വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുവാനും ഒക്കെ സാധിക്കും. പക്ഷെ KDPക്ക് വേണ്ടി നാം ഇത് വളരെ എക്സ്ട്രീമായിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾക്ക് അവിടെ നോക്കാം. ക്യാൻവയിൽ നമ്മൾക്ക് ഫ്രീ ലൈസൻസും ഉണ്ട്, ക്യാൻവ പ്രോ ലൈസൻസും ഉണ്ട്. ക്യാൻവ പ്രോ ഒരു പെയ്ഡ് ലൈസൻസ് ആണ്, ഇയർലി ആയിട്ടും മന്ത്ലി ആയിട്ടും ഉണ്ട്. ക്യാൻവ ഫ്രീ തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇത് വളരെ സീരിയസ് ആയിട്ട് KDP മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രോ ലൈസൻസ് എടുക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ട ബുക്ക് പോലെ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി നാം ആദ്യം ആ ബുക്കിലെ ഡീറ്റെയിൽസ്, ആ ബുക്കിന്റെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇത് 45 പേജസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മളൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഏകദേശം അത്രയും തന്നെ പേജസ് ഉണ്ടാവണം. ഒന്ന്. രണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാർജ് ബോൾഡ് ഡിസൈൻസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് 8x8 ഇഞ്ച് സൈസ് ആണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന്റെ ഈ എക്സിസ്റ്റിംഗ് ബുക്കിന്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിന് ടോട്ടൽ 96 പേജസ്. നേരത്തെ പറഞ്ഞു ഇതിനൊരു ബ്ലാങ്ക് പേജ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. അപ്പോൾ 96 പേജസ് ഉണ്ടതിന്റെ അർത്ഥം അതിന്റെ ഹാഫ് ഓഫ് ദ പേജസ് മാത്രമേ കളറിംഗ് ബുക്സ് ഉള്ളൂ, ഹാഫ് പേജ് ബ്ലാങ്ക് പേജസ് ആണ്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഓൾറെഡി ഇംഗ്ലീഷിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവര് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 8.03 ഇൻറ്റു 0.36 ഇൻറ്റു 8 ഇഞ്ചസ് ആണ് ഈ ടോട്ടൽ ഡയമെൻഷൻ. ഇത് 2025, പ്രത്യേകം ശ്രദ്ധിക്കണം, 2025 ഫെബ്രുവരിയിലാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിന് വലിയ ഒരു ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ക്യാൻവയിൽ ഈ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നാം ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. എൻ്റേത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്, പക്ഷെ പേടിക്കേണ്ട, നമ്മൾക്ക് ഇത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തു, അവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളത് ചെയ്തു. നമ്മൾ അവിടെ ഒരു കസ്റ്റം സൈസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ എടുക്കുന്നു. നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ 8x8 നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ പല യൂണിറ്റ്സ് ഉണ്ട്. പിക്സൽസ്, ഇഞ്ചസ്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ. നമ്മൾക്ക് ഇവിടെ ഇഞ്ചസ് ആണ് ആവശ്യം, അതുകൊണ്ട് അത് ഓൾറെഡി സെലക്ടഡ് ആണ്. 8x8 ക്രിയേറ്റ് ന്യൂ ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഡിസൈൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ചെയ്യാവുന്ന ഒരു കാര്യം, എലമെന്റ്സ് ടാബിലോട്ട് പോവുക. അവിടെ ബേസിക് ഷേപ്സ് ഉണ്ട്. നമുക്ക് കാണാം സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ ഇവ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ബോർഡേഴ്സ് കൊടുക്കാം. ഇതിനൊരു ബോർഡർ നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് എലമെന്റ്സിന്റെ അകത്ത് തന്നെ നമുക്ക് ഒന്നുകൂടെ പോയി ക്യൂട്ട് ആനിമൽസ് എന്ന് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അത് തന്നെ നമുക്കറിയാം, നമുക്ക് പല ഓപ്ഷൻസ് അവിടെ ലഭിക്കുന്നു. ഓക്കെ, നമ്മൾക്ക് ഇവിടെ കാണാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒത്തിരി എലമെന്റ്സ് വന്നിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് ഇപ്പൊ ചെയ്യാവുന്നൊരു കാര്യം, മറ്റേ ബുക്കിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ഒരു ഹോഴ്സ് അല്ലെങ്കിൽ ഒരു പോണി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാൻവയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ക്യാൻവ നമുക്ക് അലോ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടൊരു എഫേർട്ട്, നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈൻ അപ്രോച്ച് വളരെ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ക്യാൻവയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഇമേജ്, സ്റ്റോക്ക് ഇമേജ് മാത്രം എടുക്കാതെ നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ, നമുക്ക് അതിനെ കുറച്ചുകൂടെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് പല കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ആഡ് എ ഹെഡിങ് ഇതിനെ കൊടുക്കാം. അതുപോലെ തക്കതായിട്ടുള്ള മറ്റെന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സോ കാര്യങ്ങൾ ചെയ്ത് ഈ ഡിസൈനെ നമ്മുടേതായിട്ടുള്ള ഒരു എലമെന്റ് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്തത് ഒരു ആഡ് പേജ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ ബുക്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഇമേജസ് യൂസ് ചെയ്യുന്നു. ഒരു ഇമേജിന് ശേഷം ഒരു ബ്ലാങ്ക് പേജ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരു സ്പേസ് എടുത്തു. എത്ര എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ പല ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കളക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബോൾഡ് ആൻഡ് ഈസി സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. ക്യാൻവയിൽ ലൈബ്രറി തന്നെ ഫ്രീ ഇല്ലസ്ട്രേഷൻസ് ധാരാളമുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഐക്കൺസ് കാണിക്കുന്നത് അത് പെയ്ഡ് ആണ്. അത് പെയ്ഡിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ പോലും ഫ്രീ ആയിട്ടുള്ളത്, ആ ഐക്കൺ ഇല്ലാത്ത ഒത്തിരി ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ബുക്കിന്റെ കാറ്റഗറി എന്താണ്, അതനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരേ പാറ്റേൺ ഉള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല പാറ്റേൺ ഉള്ളതിനെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, ഒരു ഇമേജ് മാത്രം ക്രിയേറ്റ് ചെയ്ത് ക്യാൻവയുടെ യൂസ് ചെയ്യരുത്.
നിങ്ങളുടേതായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ, അത് നിങ്ങൾക്ക് നമ്പറിങ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു നെയിമിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമേജസിനെ കമ്പൈൻ ചെയ്ത് നിങ്ങൾ ബുക്ക് ഉണ്ടാക്കാം. ആവശ്യത്തിന് വൈറ്റ് സ്പേസ് വളരെ നിർബന്ധമാണ്. കാരണം ബ്ലീഡിങ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ എഡ്ജ് വരെ ട്രിം ആയി പോകുന്ന രീതിയിൽ ഉണ്ടാക്കരുത്. നമുക്ക് ആവശ്യത്തിന് വൈറ്റ് സ്പേസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. അത് വളരെ ആവശ്യമാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രോ ടിപ്സ് പറയാനുള്ളത്, ഒരു പേജിൽ 2-3 എലിമെന്റ്സ് കൂടുതൽ ഉണ്ടാവരുത്. അത് ഒരു ക്രാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരരുത്. തിക്ക് ഔട്ട്ലൈൻസ് എപ്പോഴും നല്ലതാണ്. കാരണം തിൻ ലൈൻസ് എപ്പോഴും ആൾക്കാർക്ക് കളറിങ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രയാസമാണ്. ഒരു സബ്ജക്ട് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ഫ്ലവർ, എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതിനൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. 30 to 40 അല്ലെങ്കിൽ 40 to 50 കളറിംഗ് പേജസ് ആണ് നമുക്ക് ആവശ്യം. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാങ്ക് സ്പേസ് ആണ്. നിങ്ങളുടെ ക്യാൻവയിൽ ഈ പേജസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിന് ഇന്റീരിയർ ഫയൽ പ്രിപ്പയർ ചെയ്യണം. എല്ലാം നമ്മുടെ ക്യാൻവയിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ക്യാൻവയിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ PDF എന്നുള്ള ഓപ്ഷൻ, PDF ഫയൽസ് സെലക്ട് ചെയ്യുക. റെഡി ടു അപ്ലോഡ് ഇൻ ടു ആമസോൺ PDF, ആമസോൺ KDP. ഇനി ഇതിന് ശേഷം നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനൊരു കവർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആമസോൺ സെർച്ച് റിസൾട്ട്സിൽ തംബ്നെയിൽസിന് അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് ഇത് ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻവ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കവർ പേജ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഫാൻസി ആണോന്നില്ല. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തന്നെ ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ കണ്ട അതിന് ഇക്വലന്റ് ആയി, കാരണം നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ആ ബെസ്റ്റ് സെല്ലറായിട്ട് നിൽക്കുന്ന ആ ബുക്കിന് വളരെ ഇക്വലന്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ക്യാൻവയിൽ തന്നെ അത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് ആർക്ക് വേണ്ടിയുള്ള, ഏത് ഓഡിയൻസിന് വേണ്ടിയുള്ള ബുക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പബ്ലിഷിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അതിന് വേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ മെയിൻ കണ്ടന്റ് ഫയൽ, ഇന്റീരിയർ ആയ ഫയൽ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു PDF. പിന്നെ അതിന്റെ കവർ ഫയൽ, കവർ പേജ് ഉണ്ടാക്കുക. 3, അതിന്റെ ബുക്ക് ഡീറ്റെയിൽസ്. ഇത് 3ഉമാണ് ഇതിന്റെ ബുക്ക് പബ്ലിഷിംഗിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. പ്രൈസിംഗിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും. ഫസ്റ്റ് കളറിംഗ് ബുക്ക് നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, നിങ്ങൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, നിങ്ങൾ ഏതാണ് കംഫർട്ടബിൾ എന്ന് മനസ്സിലാക്കാൻ ഒരു ഓപ്ഷൻ. പിന്നെ അതിന് റീസണബിൾ പ്രൈസ്, ആൾക്കാർ മടിക്കാതെ നിങ്ങളുടെ ബുക്ക് മേടിക്കുവാൻ സാധിക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന എല്ലാ ബുക്കിനെയും ആമസോൺ തന്നെ ഒരു ഫസ്റ്റ് 30 days പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഫ്രീ പ്രൊമോഷൻ. ആ ഫസ്റ്റ് പ്രൊമോഷൻ സമയത്ത് തന്നെ നമ്മുടെ ബുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തുവാൻ സാധിച്ചാൽ തന്നെ നമ്മൾക്ക് ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ന്യൂ കോപ്പീസിനും ന്യൂ വേർഷൻസിനും ആ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആമസോൺ തരുന്നുണ്ട്. ആമസോണിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്തതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ റേറ്റുമായി നോക്കി ആൾക്കാർ ഹെസിറ്റേഷൻ ഒന്നും കൂടാതെ മേടിക്കാവുന്ന ഒരു റേറ്റിംഗിലേക്ക് നമ്മൾ ഇത് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഈ ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും പിൻട്രസ്റ്റ് വഴിയും ഇത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒത്തിരി AI ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ബുക്കിന്റെ ഇപ്പം നമ്മൾ ക്യാൻവയിൽ ഇലിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ബുക്ക് ഫീൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രൊമോഷൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ബുക്ക് എത്തുവാൻ സാധിക്കുന്നു. സാധാരണയായി ആൾക്കാർ ചെയ്യുന്നത് കളറിംഗ് ബുക്സ് വീഡിയോ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് ഓരോ പേജസ് കളർ ചെയ്യുന്നത് എന്നാണ് പൊതുവെ അവർ കാണിക്കുന്നത്. അത് വളരെ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതിന് നിങ്ങളുടേതായ മുഖം കാണിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഒരു ആനിമേറ്റഡ് വീഡിയോ ആയിട്ട് അത് ചെയ്യുവാൻ സാധിക്കും. ആൾക്കാർക്ക് ഒരു ഫീൽ ആണ് വേണ്ടത്, അതായത് ഈ കളറിംഗ് ബുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ആദ്യത്തെ കളറിംഗ് ബുക്ക് പെർഫെക്റ്റ് ആണോന്നില്ല, അത് വൈറൽ ആകണമെന്നില്ല. അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഒരു പ്രോഡക്റ്റ് ആക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് ഈ ബുക്കിന്റെ ആവശ്യം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആവും. അതിന്റെ റോയൽറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. കളറിംഗ് ബുക്സ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്, കോംപ്ലിക്കേഷൻ ഇല്ല. ഒരു ഐഡിയ മനസ്സിലാക്കുക, അത് നിങ്ങളൊരു ചെറിയ റിസർച്ച് നടത്തുക, എന്നിട്ട് നിങ്ങൾ ക്യാൻവ ഉപയോഗിച്ച് അത് ബിൽഡ് ചെയ്യുക. ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ആവശ്യം.
നേരത്തെ പറഞ്ഞതുപോലെ ജേർണി ഫോർ 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ഇന്ന് തന്നെ നിങ്ങൾ ആമസോൺ KDPയിൽ ഒരു കളറിംഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി KDPയിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണോ? എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങളുടെ കൺസേൺസ്, എന്തെല്ലാം ഏരിയസ് ആണ് നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യം? അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മൾ അതിലേക്ക് നോക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ. അപ്പോൾ കൂടുതൽ ഇതിലുള്ള ഇന്റിമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങളുടെ സ്മാർട്ട് മൈൻഡ് ലൈഫ് സ്റ്റൈൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നതിന് വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെഗുലർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്, ടിപ്സ്, എങ്ങനെയാണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ആമസോൺ KDPയിൽ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ നമ്മൾ പറയുന്നത്. ഫോളോ മീ ടു ലേൺ മോർ. താങ്ക് യു.